ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് UA43N5470AUXXL എന്ന് പറഞ്ഞ സാംസങ്ങിൻ്റെ ഫുൾ HD എന്ന TV ആയിട്ടാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്കൊന്ന് കാണാം. സ്ക്രീൻ ബ്ലാങ്ക് ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്ക്രീൻ പിക്ചറൊന്നുമില്ല, ബാക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ കട്ടി കുറഞ്ഞ ഡിസ്പ്ലേ, അതായത് ഹാർഡ് പാനൽ അല്ലാത്ത ടിവികളിൽ ഇത്തരത്തിൽ ലൈറ്റ് ഞാൻ തട്ടുമ്പോൾ തന്നെ പുറത്ത് വരും. അതൊരു ശരിക്കും പറഞ്ഞാൽ ഗ്രേഡ് കുറഞ്ഞ ഡിസ്പ്ലേ ആയിട്ടാണ് അത്തരത്തിൽ കാണുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ അതുകൊണ്ട് ഈ കംപ്ലയിൻറ്റ് വരുന്ന ഇത്തരം ടിവികളിൽ ചില കേസിലൊക്കെ നമുക്ക് റിപ്പയറബിൾ ആണ്. അത് റിപ്പയർ ചെയ്താലും കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ അത് റിപ്പയറബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകണം. ഡിസ്പ്ലേ മാറി വേറെ BOE എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാണുന്ന ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, സാംസങ് അല്ലെങ്കിൽ LG അല്ലെങ്കിൽ BOE എന്ന കമ്പനികളുടെ ഡിസ്പ്ലേ മാത്രമാണ് നല്ലത്, അതിന് മാത്രമാണ് ഇങ്ങനെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നതിന് സംശയം ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, നമുക്ക് കൂടുതൽ അവൈലബിലിറ്റിയും അതുപോലെ ഈ റേഞ്ചിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ LG ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സാംസങ് എന്ന ബ്രാൻഡിൻ്റെ തന്നെ നല്ല ഡിസ്പ്ലേകളുണ്ട്. പക്ഷേ അവർ ഇവിടെ ഉപയോഗിക്കുന്നത് പ്രൈസ് കട്ടിങ്ങിന് വേണ്ടി കുറച്ച് ഗ്രേഡ് കുറഞ്ഞ PT പാനൽ എന്ന് പറഞ്ഞ പാനലാണ് ഇതിലൂടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ഏതാണ് പാനൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇത്രയും നല്ലൊരു ബ്രാൻഡ് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൈസ് കട്ടിങ് തന്നെയാണ് ഒരു ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഒരു 2 വർഷം ആകുമ്പോഴത്തേനാണ് ഈ കംപ്ലയിൻറ്റ് ഇതിന് കാണിച്ചത്. 2.5 വർഷം ആകുമ്പോഴത്തേന് ഈ കംപ്ലയിൻറ്റ് കാണിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ബ്രാൻഡ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പ്രൈസ് കട്ടിങ് തന്നെയാണ്. ബാക്കിയുള്ള കമ്പനികളെ സെയിലിനൊപ്പം പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇപ്പോഴത്തെ നിങ്ങൾക്ക് TVയുടെ വിലയൊക്കെ അറിയാം, ഒരുപാട് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വില കുറഞ്ഞ TVകളിൽ ഇത്തരത്തിൽ എല്ലാ കമ്പനിയും ചെയ്യുന്നത് തന്നെയാണ്. ആ ഒരു അഫോർഡബിൾ ആയിട്ട് റേറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ കുറച്ച് ഗ്രേഡ് കുറഞ്ഞാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാംസങ് അങ്ങനെ മാത്രമല്ല, പല കമ്പനികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്നതിനകത്തുള്ളത് PT പാനലാണ്. അതായത് ഫുൾ HD തന്നെ സാംസങ്ങിൻ്റെ അല്ലാത്ത വേറൊരു ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയാണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡിസ്പ്ലേ പല TVകളിലുണ്ട്. പക്ഷേ ഇവരുടെ TVയിൽ ഇവരുടെ ഡിസ്പ്ലേ, അതായത് സാംസങ് ഡിസ്പ്ലേ ഒഴിവാക്കി ഇത് ഉപയോഗിക്കാനുള്ള കാരണം പ്രൈസ് കട്ടിങ് തന്നെയാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവർക്ക് അവർ ഡിസ്പ്ലേ ഇടുകയാണെങ്കിൽ TV കുറച്ചുകൂടെ പ്രൈസ് കൂടുതലായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയിട്ട് 2.5 ഇയർ ആകുമ്പോൾ തന്നെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ആ ഡിസ്പ്ലേ ഒന്ന് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് കണ്ടു നോക്കാം. നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് BOE എന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ്. നമ്മൾ മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് BOE പാനൽ ഇടുന്നതിൻ്റെ. അപ്പോൾ എന്തുകൊണ്ട് BOE അല്ലെങ്കിൽ LG നല്ലതെന്ന് ഇത്രയും കുറേ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് നല്ലതായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നല്ലതിൻ്റെ നല്ലതെന്ന് മോശമായതിൻ്റെ മോശം തന്നെ പറയണം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നി, ഈ സാംസങ് ഇത്ര വലിയൊരു കമ്പനി ഇങ്ങനെ ചെയ്യുമോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും കംപ്ലയിൻസുകൾ കാണുന്നത്. അതുകൊണ്ട് നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് നല്ല ഡിസ്പ്ലേ ഇടാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സാംസങ്ങിൻ്റെ ഈ TVക്കകത്ത് സ്ക്രൂസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ബാക്ക് കവർ റിമൂവ് ചെയ്യാൻ നമുക്ക് സ്ക്രൂ ഒന്നും റിമൂവ് ചെയ്യേണ്ടതില്ല. സ്ക്രൂ ഇല്ല അതിനകത്ത്, ഫുൾ ലോക്കുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ലോക്കൊന്നും പൊട്ടാതെ തന്നെ തിരിച്ച് അഴിച്ചെടുത്താൽ മാത്രമേ തിരിച്ചതുപോലെ ലോക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വളരെ ഈസിയാണ്. ഫ്രെയിം റിമൂവ് ചെയ്ത ഡിസ്പ്ലേ സാധാരണ നമ്മൾ പൊക്കിയെടുക്കുന്ന പോലെ തന്നെ പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് വീഡിയോയ്ക്ക് അത് കാണിക്കാത്തത്. ചില ആൾക്കെങ്കിലും തോന്നായിരിക്കും ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സാംസങ് പാനലാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പാനലാണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മോഡൽ നമ്പർ എടുത്ത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ പ്രൊഡക്ഷൻ എവിടെയാണ്, അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ മാനുഫാക്ചർ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. സോ അതുകൊണ്ട് നമ്മളത് അതിൻ്റെ വശം വേറൊരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞത്, പാനലുകളെ കുറിച്ച്, ഏതൊക്കെ പാനലിൻ്റെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഡിസ്പ്ലേ റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ശേഷം നമുക്ക് BOE അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്ത് എങ്ങനെയൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന ഡിസ്പ്ലേ 43 BOE എന്ന കമ്പനിയുടെ തന്നെ. LGയുടെ ഇട്ടാലും കുറച്ചുകൂടെ നല്ലതാണ്. രണ്ടും ആ ഒരു കാറ്റഗറി വരുന്ന ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ്, BOE അതുപോലെ LG. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന BOE എന്ന കമ്പനിയുടെ 43 ഫുൾ HD ഡിസ്പ്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ TVക്കകത്ത് ഇടുമ്പോൾ ചെറിയ മോഡിഫിക്കേഷനൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. മോഡിഫിക്കേഷൻ എന്നാൽ ഒന്നുമല്ല, ഇതിൻ്റെ പുതിയ ഇടാൻ പോകുന്ന BOE പാനലിൻ്റെ ടീക്കോൺ ബോർഡിനകത്ത് സപ്ലൈ മാറി, അത് സപ്ലൈ സൈഡ് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഉണ്ടായിരുന്ന ടീക്കോൺ ബോർഡിൻ്റെ സപ്ലൈ സൈഡിൻ്റെ റൈറ്റ് സൈഡിലും നമ്മൾ ഇടാൻ പോകുന്ന ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മളത് ഒരു കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് തിരിച്ചതിന് ശേഷമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിപ്പോൾ നമ്മുടെ BOEയുടെ ടീക്കോൺ ബോർഡാണ്. അതിൻ്റെ സപ്ലൈ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതായത് മേലെ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ്, ഇതിനകത്ത് ഉണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അതായത് നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് സപ്ലൈ വരുന്നത്. സോ നമ്മളതൊരു കൺവേർട്ടർ ഉപയോഗിച്ച് തിരിക്കാൻ പോവുകയാണ്. അത് സാംസങ് ടു LG കൺവേർട്ടർ എന്ന് അതിന് പറയാം. അത്തരം ഒരുപാട് കൺവേർട്ടറുകളുണ്ട്. ഇത്തരത്തിലുള്ള കൺവേർട്ടർ ഉപയോഗിച്ച് നമ്മൾ സപ്ലൈ തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്കതിനകത്ത് കണക്ട് ചെയ്ത് തന്നെ അത് സപ്ലൈ ഇടത്ത് നിന്ന് വലത്തോട്ട് തിരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അത് വെറുതെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് ടീക്കോൺ ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല.
ഇത് എല്ലാ ടി വിയിലും അപ്ലിക്കബിൾ അല്ല. ചില ടി വികളിൽ നമുക്ക് ഇത്തരത്തിൽ കൺവേർഷൻ ചെയ്യുന്നതിന് പകരം ചെറിയ കൺവേർഷൻ ബോർഡുകളായിട്ടുണ്ട്. അതിനകത്ത് പ്രോഗ്രാമുകളും ഐസികളൊക്കെ വരുന്ന ബോർഡുകളായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ചില ടി വിക്കകത്ത് ഇത് യൂസ് ചെയ്യാൻ എന്തായാലും നമുക്ക് പറ്റും. ഇതുകൊണ്ട് മാത്രം സപ്ലൈ തിരിക്കാനോ അല്ലെങ്കിൽ പാനൽ വർക്ക് ചെയ്യാനോ സാധിക്കില്ല. പകരം അഡീഷണൽ ബോർഡുകളൊക്കെ വേണ്ടി വരാറുണ്ട്. അത് നമ്മൾ വരും വീഡിയോസിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. സപ്ലൈ ജസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തിരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സോ അത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് പുതിയ ടീകോമിലോട്ട് കണക്ട് ചെയ്യാം. അതും കണക്ട് ചെയ്തതിന് ശേഷം ഈ ടീകോമിൽ നിന്ന് പാനലിലേക്കുള്ള FFC കേബിളോടെ കണക്ട് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ സെയിം ഡിസ്പ്ലേ തന്നെ ചില വണ്ടികളിലും അല്ലെങ്കിൽ ചില എക്യുപ്മെൻറ്റ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കമ്പനി കൊടുക്കുന്നതിനേക്കാൾ നല്ല ബെറ്റർ പെർഫോമൻസ് തരുന്ന പാർട്സുകൾ നമുക്ക് പുറത്ത് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മളത് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ കമ്പനി കൊടുക്കുന്ന പാനൽ കുറച്ച് ഗ്രേഡ് കുറഞ്ഞതുകൊണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല ഡിസ്പ്ലേ വേറെ ബ്രാൻഡിൽ യൂസ് ചെയ്യുന്നത് മാത്രം. അല്ലാതെ അതൊരു കമ്പനിയെ അല്ലെങ്കിൽ മോശമാക്കി പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ കമ്പനിയെ പൊക്കി പറഞ്ഞതോ അല്ല. നമ്മുടെ ആവശ്യം നമുക്കത് കൂടുതൽ ലൈഫ് കിട്ടുക എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ കേപ്പബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അതിലാർക്കും ഒരു കമ്പനിയെ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള വിചാരിക്കേണ്ടില്ലെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സാംസങ്, LG അതുപോലെ സോണി എല്ലാ ടി വികളിലും നല്ല മോഡലുകളുണ്ട്, മോശം മോഡലുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല മോഡലുകൾ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ കുറച്ച് മോശമായിട്ടുള്ള മോഡൽ നമുക്ക് ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ലൈഫ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ടി വികൾ വളരെ കുറവാണ്, ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പാർട്സുകൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ലൈഫ് കൂട്ടാമെന്നുള്ളത് അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ നമ്മൾ അതിൻ്റെ പഴയ ടേക്കമോഡ് റിമൂവ് ചെയ്ത് പുതിയതായിട്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്യാണ്. അത് അറ്റാച്ച് ചെയ്യേണ്ട രീതി നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നല്ല കട്ടി കൂടിയ ഡബിൾ സൈഡ് സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടൈപ്പ് ഉപയോഗിച്ച് ബോഡിയായിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യാം. ഇവിടെ നമുക്കത് സ്ക്രൂ ചെയ്യാനുള്ളൊരു പോർഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മളത് ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ടാണ് അത് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അത് അറ്റാച്ച് ചെയ്യേണ്ടത് മസ്റ്റാണ്. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ, ഇത്തരത്തിൽ സ്ക്രൂ ചെയ്തില്ലെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് പ്രോപ്പറായിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ക്യാബിൻ ക്ലോസ് ചെയ്ത് TV വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ലൈഫിന് ഒന്നുകൂടെ നല്ലത്. ഇവിടെ നമ്മളത് ഇത് കഴിഞ്ഞതിന് ശേഷം അത് പ്രോപ്പറായിട്ട് തന്നെ ബോഡിയായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ വീഡിയോസിലും കാണിക്കുന്നില്ല, ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. നമുക്ക് കാണാൻ ഓണാക്കി നോക്കാം. എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് പിക്ചർ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത്തരത്തിലെ ഡിസ്പ്ലേ ഇട്ടാലും അതിൽ മാപ്പിംഗ് വരാറുണ്ട്. അതായത് പറഞ്ഞല്ലോ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ട് ഒരു ബോഡിയിൽ തന്നെ പല ഡിസ്പ്ലേയിലും നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ ഡിസ്പ്ലേ പുതിയ കിട്ടുമ്പോൾ അതിനകത്ത് മാപ്പിംഗ് ഉണ്ട്. അതായത് അതിൻ്റെ ബിറ്റൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം. കറക്റ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് അല്ല വന്നിരിക്കണേ. അതിനകത്ത് ഒരുപാട് ഡിസ്റ്റർബൻസും അതുപോലെ നമുക്ക് മാപ്പിംഗ് ഒക്കെ മാറിയിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്കവിടെ കാണാം. നമുക്കത് വായിക്കാനൊന്നും കറക്റ്റ് പറ്റില്ല, കളറൊക്കെ വ്യത്യാസമുണ്ട്. സോ അത് നമുക്ക് സാംസങ്ങിലാണെങ്കിൽ സർവീസ് റിമോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ സർവീസ് മോഡ് ഓപ്പൺ ചെയ്തിട്ടോ അത് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. സാംസങ് മോഡലുകളിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറച്ചധികം പാനലുകൾ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ മാച്ചാക്കി എടുക്കാൻ സാധിക്കും, വേറെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതുപോലെ LGക്കകത്തും സാധിക്കും. ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന യൂണിവേഴ്സൽ ടൈപ്പ് ബോർഡുകളെല്ലാം അത് സാധിക്കും. ചില ടി വികളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ ടീകോൺ ബോർഡിനകത്ത് കുറച്ച് മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് മാച്ചാക്കി എടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് റിമോട്ടിനകത്ത് സർവീസ് മോഡിൽ അതിൻ്റെ മാപ്പിംഗ് ഒക്കെ മാറ്റി ശരിക്കും അതിൻ്റെ ഒറിജിനൽ ആ ഒരു ജലിക്കൻ്റെ ക്ലാരിറ്റി തന്നെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ HDMI ഒക്കെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്ന ലെറ്റേഴ്സ് എല്ലാം. ഇനി നമുക്കതിൻ്റെ ഇൻപുട്ടൊന്ന് കൊടുത്ത് അതിൻ്റെ പിക്ചറിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ തിരിച്ചറിയാമെന്നുള്ളത്. ഇത്തരത്തിൽ ഹാർഡ് പാനലാണെങ്കിൽ അതിനകത്ത് ജസ്റ്റ് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുമ്പോൾ ലൈറ്റ് പുറത്തോട്ട് വരുന്നില്ല എങ്കിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബാക്ക് ലൈറ്റ് ഒന്നും പുറത്തോട്ട് വരുന്നില്ല എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലൈറ്റ് ഒന്നും പുറത്തോട്ട് വരുന്നില്ല. സോ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഡിസ്പ്ലേ ആണ് നമ്മളത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നിങ്ങൾക്ക് ഷോറൂമിൽ പോയി TV പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. നല്ല ഡിസ്പ്ലേ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഹാർഡ് പാനലാണോ നോക്കി വാങ്ങിക്കാൻ സാധിക്കും. സോ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ആ ബെല്ലൈക്കോടെ പ്രസ് ചെയ്തേക്കാം. നമ്മൾ ഈ വീഡിയോ ഇൻപുട്ടിൻ്റെ മാക്സിമം റെസൊല്യൂഷനിൽ ഇടാൻ പോകണം. അതായത് 1080 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പിക്ചറിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കൂടെ കാണാം. അതുപോലെ അതിൻ്റെ സ്മൂത്തും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തന്നെ പ്ലേ ചെയ്യുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ളതും അതുപോലെ നല്ല കളർ അക്യുറസി ഉള്ളൊരു പിക്ചറാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ എല്ലാ ഡിസ്പ്ലേയും മോശമാണെന്ന് പറയല്ല, മോശമായിട്ടുള്ളതിനെ മോശമായിട്ട് തന്നെ പറയണം. അതിപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലതിന് നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് BOI ആണ്. അപ്പോൾ കുറച്ച് അധികം ലൈഫ് കിട്ടുന്നത് BOI അതുപോലെ LG പാനലാണ് ഈ 43 സീരീസിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇത് കൂടുതലും പല TVകളിലും അപ്ഗ്രേഡ് ചെയ്യുന്നത്. അല്ലാതെ ബാക്കിയുള്ളത് മോശമാണെന്നുള്ളതല്ല. ഈ പ്രൈസ് റേഞ്ചിലും അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും എല്ലാത്തിനും ഈസി ആയിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതും LGയും BOI ആയതുകൊണ്ടാണ് നമ്മൾ ഈ പാനൽ തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു കമ്പനിയോട് കൂടുതൽ ഇഷ്ടമുണ്ടായിട്ടല്ല.
ഇവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ചുള്ള ചെറിയ അറിവുകൾ മാത്രമാണ്. അപ്പോൾ അതിൽ കറക്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വരും വീഡിയോയിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് എന്തായാലും അപ്ഡേഷൻ എന്തെങ്കിലും കൊണ്ടുവരും നമ്മൾ. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.